ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ മേക്കിങ്സിൽ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു അടിപൊളി സ്മാർട്ട് ടേബിൾ ലൈറ്റ് ആട്ടോ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാട്ടോ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഏകദേശം ഇത്ര രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പാട്ടോ. ഇതെന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരളവ് വേണ്ടേ അതിൻ്റെ അകത്തൂടെ ഇവിടെ വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു എൽബോ എടുത്തിട്ട് നമ്മൾ അതിലോട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോർഡിൽ നമ്മുടെ സ്പ്രൈറ്റൊക്കെ ഉണ്ടോ 10 രൂപയുടെ, അപ്പോൾ അതിൻ്റെ ഒരു ബോർഡുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മളിവിടെ കൂടെ ഹോളിനകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു LED നമുക്ക് കാണാം. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് മെയിൻ സംഭവം. അപ്പോൾ ഇത് 12 വാട്ടിൻ്റെ LED ആണ്. അപ്പോൾ അതിൻ്റെ വയർ നമ്മൾ വലിച്ച് ഇതിനകത്തോട്ട് ഇറക്കിയിട്ടുണ്ട്, കണ്ടേ, ഒന്നകത്തോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കറക്റ്റ് സൈസ് പറയാൻ പറ്റുന്നത് വീട്ടിൽ കിടന്നതാണ്. അപ്പോൾ നമ്മളതായിട്ട് എടുത്തത്. അപ്പോൾ ഈ ഒരു PVC പൈപ്പ് തന്നെ ഈ 1 സെൻറ്റിമീറ്റർ, ഇതൊരു 8 സെൻറ്റിമീറ്റർ ആട്ടോ ഹൈറ്റ്. ഈ 8 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എൻ്റെ 2 സൈഡ്, ഇവിടെ ഈ സൈഡിലായിട്ട് എൻ്റെ ഇവിടെ ഒരു സ്വിച്ചിന് വേണ്ടിയുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. താഴെയാണെങ്കിൽ നമ്മുടെ DC സോക്കറ്റിന് ഹോൾ ഇട്ടിട്ടുണ്ട്. അത് ചാർജിങ് ചെയ്യാൻ വേണ്ടിയാണ് DC സോക്കറ്റ്. പിന്നെ നമ്മളെ ബേസിൽ ഇതുപോലത്തെ നമ്മുടെ ഒരു ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം. അപ്പോൾ ഇനി ഇവിടെ ചെറിയൊരു PVC പൈപ്പ് ഇവിടെ ഒരു കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ പേനയും പെൻസിലും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് തന്നെ. പിന്നെ നമുക്ക് ബാറ്ററിയും സ്വിച്ചും DC സോക്കറ്റും എല്ലാം കണക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ സ്വിച്ച്, DC സോക്കറ്റ്, നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി. ഇതെല്ലാം ശരിക്കും വെക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരെണ്ണം മേക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി തന്നെ ഇവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ട്, ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കണക്ഷൻ നോക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകും, നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്യുന്നു. സ്വിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ DC സോക്കറ്റും ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെയും ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് വന്ന് എല്ലാവരും നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. അപ്പോൾ കേസ് നമ്മൾ നോക്കുകയാണെന്ന് തന്നെ ഇവിടെ ബാറ്ററിയുടെ കണക്ഷൻ, ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ നെഗറ്റീവ് വയറുണ്ട് കേട്ടോ. നെഗറ്റീവ് വയർ നമ്മുടെ DC സോക്കറ്റിൻ്റെ ഇത് നെഗറ്റീവ് പോയിൻ്റ് കേട്ടോ. നെഗറ്റീവ് പോയിൻറ്റിലോട്ട് കണക്ട് ചെയ്തു. പിന്നെ ഇത് വരുന്ന പോസിറ്റീവ് പോയിൻറ്റ്. അപ്പോൾ പോസിറ്റീവ് പോയിൻറ്റ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്ത് അത് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്കിത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു അഡാപ്റ്ററിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്വിച്ചിൽ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൽ വയർ കണക്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് ബാക്കിയുള്ള കണക്ഷൻസുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ അടിയാകുന്നുണ്ടല്ലോ, ഇത് നമ്മൾ ഇതുപോലത്തെ ഷീറ്റ് വെച്ച് മറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് വെച്ചിട്ടുള്ളായിരുന്നു ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കത് വെച്ചൊന്ന് മറയ്ക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഏകദേശം കണക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തീർന്നിട്ടുണ്ട്. ബാക്ക് ഭാഗം കൂടെ അടച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ സ്വിച്ച് ഒന്ന് ഓണാക്കി കാണിക്കാം. ഇവിടെ കേട്ടോ സൈഡ് സ്വിച്ച് നമുക്ക് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പകൽ സമയത്ത് നോക്കുമ്പോൾ വലിയ വെട്ടം കാണത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടി അവിടെ കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വർക്കിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഇതിന് പെയിൻറ്റിങ് പരിപാടിയുണ്ട്. പെയിൻറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പേനയും പെൻസിലൊക്കെ വെക്കാനുള്ള രീതിയിലുള്ളൊരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് നമുക്കിതിൻ്റെ പാർട്ട് 2, അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് പാർട്ട് 2 വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഉടനെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പാർട്ട് 2 ബാക്കി കാണാം. ഓക്കെ.